Good morning. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംപിയർ സർക്യൂട്ടൽ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആദ്യം നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്താണെന്ന് നോക്കാം. According to Ampere circuital theorem, the line integral of magnetic field around any closed loop is equal to mu 0 times the total current enclosed by the surface. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് തിയറം പഠിച്ചു അല്ലേ. എന്തായിരുന്നു ഗോസസ് തിയറം? ദാറ്റ് ഈസ് ഇന്റഗ്രൽ E dot ds is equal to 1 pi epsilon 0 times the total charge enclosed by the surface. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് തിയറം എന്തിനായിരുന്നു ഉപയോഗിച്ചത്? ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ അല്ലേ. അതേപോലെ മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായി നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കും. ഗോസസ് തിയറത്തില് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരുന്നിടത്ത് ആംപിയർ സർക്യൂട്ടൽ തിയറത്തില് ഇന്റഗ്രൽ ബി ഡോട്ട് ഇ മാറിയെന്തായി? ഇലക്ട്രിക് ഫീൽഡ് മാറിയെന്തായി? മാഗ്നറ്റിക് ഫീൽഡ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ നമ്മള് ഗോസസ് തിയറത്തില് സർഫസ് വൈസ് ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏരിയ വൈസ് ഇന്റഗ്രേറ്റ് ചെയ്തു. ബട്ട് ഇൻ ആംപിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ലെങ്ത് വൈസ് ആയിരിക്കും. സോ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ്. അവിടെ നമുക്കൊരു ക്ലോസ്ഡ് സർഫസിൽ മാത്രമേ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു അല്ലേ. അതേപോലെ ഇവിടെയും നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേര് ആംപീരിയൻ ലൂപ്പ്. അപ്പൊ ഇവിടെ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 1 by epsilon 0യുടെ പ്ലേസിൽ ഇവിടെ എന്ത് വരും? mu 0. എന്താ mu 0? Permeability of free space. mu 0 times here it is total charge enclosed by the surface, but in Ampere circuital theorem it is the total current enclosed by the surface. That is, according to Ampere circuital theorem, the line integral of magnetic field around any closed loop is equal to mu 0 times the total current enclosed by the surface. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ magnetic field at any point due to a long straight conductor. Consider a conductor which carries a current I. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ there is a magnetic field around that conductor അല്ലേ. So consider a point P which is at a distance r from the straight conductor. To find the magnetic field at P, consider an Amperian closed surface which passes through the point P. According to Ampere circuital theorem, integral B dot dl is equal to mu 0 I. അല്ലേ? നമുക്ക് ആദ്യം ഇന്റഗ്രൽ B dot dl എത്ര വരും എന്ന് കണ്ടുപിടിച്ച് നോക്കാം. Integral B dot dl is equal to എന്തെഴുതാം നമുക്ക്? Integral B dl cos theta. A dot B is AB cos theta അല്ലേ. Where theta is the angle between B and dl. ഇവിടെ വളരെ ചെറിയൊരു element of a conductor dl at P assume ചെയ്താൽ ആ dl ന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? This is the direction of dl അല്ലേ.
dl ന്റെ ഡയറക്ഷൻ ഇതായിരിക്കുമല്ലോ, ടാൻജന്റ് ആയിരിക്കുമല്ലോ അല്ലേ? Then what is the direction of B at the point P? നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലേക്ക് അല്ലേ? കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ശരിയാണല്ലോ? According to right hand thumb rule, a current carrying conductor is grasped in your right hand in such a way that the thumb indicates the direction of current, then the fingers represents the direction of magnetic field. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ തമ്പ് എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കണം? കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന് വരയ്ക്കുന്ന ടാൻജന്റ്. ശരിയല്ലേ? അപ്പൊ പിയിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചാൽ അത് എങ്ങോട്ടായിരിക്കും? ഇൻടു ദി പ്ലെയിൻ ഓഫ് ദി ബോർഡ്. ബി ആൻഡ് ഡി എൽ ആർ ഇൻ ദി സെയിം ഡിറക്ഷൻ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0. That means cos 0 cos theta. Cos 0 is equal to 1. Then this equation becomes this is equal to integral b dl. It is equal to b into integral dl equals b into what is integral dl? That is dl plus dl plus dl. എല്ലാ dlകളോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 pi r. ശരിയാണോ? That is b into 2 pi r. That is integral b dot dl is equal to നമുക്ക് എന്ത് കിട്ടി? b into 2 pi r. Equation number 2. നമുക്ക് equation number 2 equation number 1 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is integral b dot dl. അതിന് പകരം എന്ത് എഴുതാം? b into 2 pi r is equal to mu 0 into I. Here I is the total current enclosed by the surface. So this becomes mu 0 I. Then what is B? B is equal to mu 0 I divided by 2 pi r. This is the expression for magnetic field at any point due to a long straight current carrying conductor. അടുത്തത് second application, magnetic field due to a long solenoid. ആദ്യം solenoid എന്താണെന്ന് നോക്കാം. A solenoid is an insulated copper wire closely wound to form a helix. Here a current I is flowing through this copper wire. Then it behaves as a bar magnet. ഈ സോളിനോയിഡിന്റെ ഒരു എൻഡില് കറണ്ട് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മറ്റേ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും? ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കുമല്ലോ അല്ലേ? If the current at one end of the solenoid is in the clockwise direction, that end behaves as the south pole of the bar magnet, and if the current is in anti-clockwise direction, that end of the solenoid behaves as the north pole of the bar magnet. For a long solenoid, the magnetic field outside the solenoid is 0. That is, the magnetic field due to a solenoid is confined within the solenoid. സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. നെക്സ്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. നമുക്കറിയാം at any point outside the solenoid the magnetic field is 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ here we have to calculate the magnetic field at any point inside a solenoid. Inside the solenoid the magnetic field is uniform. ഇവിടെ നമ്മൾ B യുടെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് inside the solenoid. To apply Ampere's circuital theorem, we assume a rectangular Amperian surface A, B, C, D. ഇവിടെ നമ്മുടെ ആംപീരിയൻ റെക്ടാങ്കുലർ സർഫസ് എന്ന് പറയുന്നത് 4 സൈഡുകൾ ചേരുന്ന അല്ലേ? ഏതൊക്കെയാ? എ ബി, ബി സി, സി ഡി
and dl. So integral b dot dl becomes equal to എന്ത് എഴുതാം നമുക്ക് integral a to b b dot dl plus integral b to c b dot dl plus integral c to d b dot dl plus integral d to a b dot dl. Integral b to c b dot dl എത്രയാണെന്ന് നോക്കാം നമുക്ക്. That is equal to integral b to c b dl cos theta അല്ലേ, where theta is the angle between b and dl. ഇവിടെ നോക്കിയേ integral b to c b dot dl. ഇവിടെ dl ന്റെ ഡയറക്ഷൻ ഇതായിരിക്കുമല്ലോ, dl ന്റെ ഡയറക്ഷൻ. പക്ഷെ b യുടെ ഡയറക്ഷൻ എങ്ങനാ, ഇതാണല്ലോ b യുടെ ഡയറക്ഷൻ. Then the angle between b and dl is 90 degree. ശരിയാണല്ലോ. That is integral b dl cos 90. Cos 90 is 0. That means integral b to c b dot dl is 0. Similarly, integral d to a b dot dl is 0 because b and dl are perpendicular to each other. What is integral c to db dot dl? That is the magnetic field outside a very long solenoid is always 0. So integral b dot dl is equal to integral a to b b dot dl. That is equal to integral b dl cos theta. Right? Here theta is the angle between b and dl. What is the direction of b? This is the direction of b. And dl in the direction is thannaanallo. So angle between b and dl is 0. ശരിയല്ലേ? So cos 0 is 1. Is equal to integral b dl. Let the length of AB be h. This becomes b into, then what is integral dl? h. ഇവിടെ integral b dot dl നമുക്ക് എന്ത് കിട്ടി? bh അല്ലേ? അത് എന്തിന് ഈക്വൽ ആണെന്ന് ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്? mu0 times the total current enclosed by the surface. Let n be the number of turns per unit length. Unit length ഇലുള്ള number of turns n ആണെങ്കിൽ h length ഇലുള്ള number of turns എത്രയായിരിക്കും? n into h അല്ലേ? ഈ nh number of turns കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും? nh into I. ഈ ഇക്വേഷൻ എന്തുവരും നോക്കിയേ, integral b dot dl, that is bh is equal to mu0 times total current enclosed by the surface. നമ്മളിപ്പോ പറഞ്ഞു എത്രയാ ടോട്ടൽ കറന്റ്? nh into I. Then what is b? b is equal to mu0 ni. Magnetic field at any point inside a solenoid is b is equal to mu0 ni. അടുത്തത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്. എന്താ ടോറോയിഡ് എന്ന് പറഞ്ഞാൽ? A toroid is a hollow circular ring on which a large number of turns of a wire is closely wound. Let I be the current flowing through this toroid. Then we know that there is a magnetic field around this conductor, but here the magnetic field in the open space inside and exterior to the toroid is always 0. അതായത് ഈ ടോറോയിഡിന്റെ ഉള്ളില് ഈ റീജിയനിലും അതേപോലെ വെളിയിൽ ഏതൊരു പോയിന്റിലെയും റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും.
but the magnetic field is a constant inside the toroid. Next, magnetic field due to a toroid. Consider a toroid carries a current I. Let O be the center of the toroid and R be its mean radius. And P is a point on the axis of the toroid. Consider a very small element dl. Then what is the angle between B and dl at P? B and dl are in the same direction. So the angle between B and dl is 0. Then according to Ampere's Circuital theorem, integral B dot dl is equal to mu 0 times the total current enclosed by the surface. ആദ്യം നമുക്ക് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ പറഞ്ഞേ 0. Therefore cos 0 is equal to 1. This becomes integral b dl, or it is equal to b into integral dl. That is equal to b into, what is integral dl? R ആണ് main radius എങ്കില് what is integral dl? 2 pi r. That is b into 2 pi r. So integral b dot dl നമുക്ക് എന്ത് കിട്ടി? b into 2 pi r. The total current enclosed by the Amperian surface എത്രയാണെന്ന് വേണം അല്ലേ? That is, let n be the number of turns per unit length. അങ്ങനെയാണെങ്കിൽ ഈ Amperian സർഫസിന് ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ടാവും? 2 pi r ലെങ്ത് ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അപ്പോൾ യൂണിറ്റ് ലെങ്തിലെ നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ 2 pi r ലെങ്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും? 2 pi r n അല്ലേ? 2 pi r n നമ്പർ ഓഫ് ടേൺസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ കറന്റ് എത്രയായിരിക്കും? That is I enclosed is equal to 2 pi r n I ആയിരിക്കുമല്ലോ അല്ലേ? Substituting these two values in equation number 1, integral b dot dl b into 2 pi r is equal to mu 0 into I enclosed എത്ര? 2 pi r n I. 2 pi r 2 pi r ഇവിടെ cancel ചെയ്തു. Then b is equal to mu 0 n I. This is the magnetic field at any point due to a toroid.